റോബർട്ട് കിയോസാക്കി റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കിലെ 4ാമത്തെ ലെസനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ചേഞ്ചസ് എവറിത്തിങ്. നിങ്ങളൊരു പുതിയ കാറ് വാങ്ങിച്ചു വിചാരിച്ചോ. നിങ്ങൾ കാർ ഓടിക്കാൻ അറിയാത്ത ഒരാൾക്ക് നിങ്ങൾ ആ ഒരു കാറിന്റെ കീ കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പം അതേപോലെയാണ് ഈ ക്യാഷിന്റെ കാര്യവും. കൃത്യമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ചില കാരണന്മാർ പറയും അവൻ്റെ കൈ ഓട്ടക്കയ്യാന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ കയ്യിൽ പൈസ ഇരിക്കില്ല, അത് ചോർന്നു പോകും. സത്യത്തിൽ ഇതിന്റെ കാരണം എന്താ, അവർക്ക് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ അറിയില്ല, അതിനെക്കുറിച്ച് അവർ പഠിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷനിൽ ഒരിക്കലും നമ്മൾ പഠിക്കാത്തൊരു കാര്യമാണ് ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇനിയെങ്കിലും ലൈഫിൽ നിർബന്ധമായിട്ടും അത് പഠിക്കും എന്ന് തീരുമാനിക്കുക. നമ്മൾ ഫോറിൻ ബിസിനസ് ക്ലബ്ബിൽ വെബിനാറുകളിലൊക്കെ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം അത് ഒരാളുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ആക്ഷൻസ് എടുക്കുക. നിങ്ങളും ഇതിൻ്റെ പഠനങ്ങളിൽ മുഴുകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഇത്ര നാളത്തെ നിങ്ങളുടെ പഠനത്തിൽ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഏറ്റവും നല്ല ലെസൺ എന്താണോ അത് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത ലെസണുമായിട്ട് വീണ്ടും കാണാം.